ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 19 തിരുവചനം. I will make a way in the wilderness and never in the desert. Book of Isaiah chapter 43 verse 19. പ്രതീക്ഷയൊക്കെ അറ്റുപോയ മക്കൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. അയ്യോ, ഒന്നും നേടാൻ സാധിച്ചില്ല, ഒന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല, എന്തു പറ്റിയെന്ന് അറിയാൻ പാടില്ല, ഞാൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ടും എന്താണ് സംഭവിക്കുന്നത്, ഇനി ഒരു വഴിയും ഇല്ലല്ലോ, എല്ലാ വാതിലുകളും അടഞ്ഞാണല്ലോ കിടക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഈശോ നമുക്ക് വരുന്ന വചനമാണ്, ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമി നദികളുണ്ടാക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിജനദേശത്ത് ഒരു പാത, അതായത് തുറന്നു കിടക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു പാത കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ ഒരു പാത കണ്ടെത്തി മരുഭൂമി നദികൾ, അസംഭവമായ കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന് ഈശോ ഓർമ്മിക്കുക. അത് വിശ്വസിച്ചാൽ അത് സംഭവിക്കും, വിശ്വസിച്ചാൽ സംഭവിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ വിശ്വാസത്തോടുകൂടി ഈ മലയെ കടലിൽ പോയി വധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുമെന്നൊക്കെ ഓർമ്മപ്പെടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ തികവിൽ തന്നെ വിജനദേശത്ത് പാതയും മരുഭൂമി നദികളും ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് വീട് പണിയണമെന്നോ ജോലി കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ച് നിയോഗങ്ങൾ, രോഗാവസ്ഥകൾ മാറണമെന്ന് ആഗ്രഹിച്ച ആളുകളുണ്ട്. എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വേ ആരാധന, 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 എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും